സണ്ണി ഡേ ആയതുകൊണ്ട് ഞങ്ങൾ സ്ലീപ്പ് സൂട്ട് മാത്രമേ ഇട്ടുള്ളൂ കേട്ടോ. ഉള്ളിൽ വെസ്റ്റേൺ ഇട്ടിട്ടില്ല. ക്യാപ്പ് വെച്ചു. തൊപ്പിയൊക്കെ ഊരിപ്പോയി. തൊപ്പി ഊരിപ്പോയോ? ഞങ്ങൾ പോവാണ്. 15 മിനിറ്റ് കഴിഞ്ഞു. ഓ ഓ ഓ അപ്പം ഞങ്ങൾ ഇന്ന് നമ്മുടെ കുഞ്ഞേട്ടൻ്റെ വാക്സിനേഷന് പോകാമെന്നുള്ള ഉറക്കമാണ് ഞങ്ങൾ. പക്ഷേ ആസ് യൂഷ്വൽ ലേറ്റായി. ഞങ്ങളപ്പോൾ ധൃതി വെച്ചോടുകയാണ്. അവിടെ വാക്സിനേഷൻ സെൻറ്ററിൽ ഒരു റെക്കോർഡിങ് അലോ ചെയ്യില്ല എന്നല്ല പറഞ്ഞ്. ഇന്ന് സണ്ണി ഡേ ആണല്ലോ. അപ്പോൾ ഇത് നമ്മുടെ BCG വാക്സിനേഷനാണ് പോകുന്നത്. നമ്മുടെ നാട്ടിൽ ജനിക്കുമ്പോൾ ഉടനെ കൊടുക്കുന്ന വാക്സിനേഷനാണ്. പക്ഷെ നമുക്കിവിടെ അതങ്ങനെ കിട്ടില്ല. സോ നമ്മൾ ഇന്ത്യൻസ് ആവുമ്പോൾ നമുക്കവർ നോക്കിയിട്ടാണ്, നമ്മുടെ എത്നിസിറ്റി നോക്കിയിട്ടാണ് വേണമെങ്കിൽ എടുത്തു തരുന്നത്. സോ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വന്നിട്ടാണ് നമുക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നത് BCG വാക്സിനേഷൻ്റെ. കുഞ്ഞിട്ട് നല്ല ഉറക്കം, നല്ലതാണ്. അപ്പം അവിടെ എത്തണവരെ അവൻ്റെ പെസിഫയറൊക്കെ എടുത്തല്ലോ, അല്ലെങ്കിൽ അവനോടെ കീറി പൊളിച്ച് കളയും. കുഞ്ഞോട്ടനെ കാർ സീറ്റിലേക്ക് വെക്കുകയാണ്. ഇവിടെ നമുക്ക് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, അത് കാരണം കാർ സീറ്റ് വെച്ച് സീറ്റ് ബെൽറ്റ് ഇട്ട് സെക്യൂർ ചെയ്ത് വെക്കണം. ഹലോ, ഞങ്ങൾ പോവാണ്, ടാറ്റ പോവാണ്. പെട്ടെന്ന് പോവാം, നമുക്ക് ലേറ്റാ. കേറു പൂജ, കേറു. അത് വെക്കാം. ഇന്ന് നല്ല വെയിലുള്ള ദിവസം കേട്ടോ, അതൊന്നും നമ്മൾ ക്യാപ്പ് വെച്ചില്ലെങ്കിലും പ്രശ്നമില്ല. ഇതാണ് നമ്മുടെ കുഞ്ഞൂട്ടൻ്റെ റെഡ് ബുക്ക്. നമ്മുടെ ഇവിടുത്തെ കുട്ടികൾക്ക് കൊടുക്കുന്ന, അതായത് അവരുടെ എല്ലാ റെക്കോർഡ്സും പേഴ്സണൽ ചൈൽഡ് ഹെൽത്ത് റെക്കോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് അവർ ഇമ്മ്യൂണൈസേഷനും ഇപ്പോൾ അവൻ ജനിച്ചപ്പോൾ എത്ര വെയിറ്റ് ഉണ്ടായിരുന്നു, ഡേറ്റ്, ടൈം എല്ലാം ഉള്ള ഫുൾ റെക്കോർഡാണ്. അപ്പോൾ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും ഹോസ്പിറ്റലിൽ പോയാലും ഒക്കെ നമ്മളിത് കൊണ്ടുവേണം പോകാൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വാക്സിനേഷൻ അവരിതിൽ എഴുതി നമുക്ക് തരും. പിന്നെ നമുക്കിതിന് മുന്നേ നടത്തിയ ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ടൊക്കെ ഇതിലുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇവർ ഇതിനകത്തേക്ക് അപ്ഡേറ്റ് ചെയ്ത് തരുമെന്നാണ് നമ്മളോട് പറഞ്ഞത്. പിന്നെ ഇത് ഞങ്ങൾ എവിടെ പോകുമ്പോഴും എടുക്കുന്ന കുഞ്ഞൂട്ടൻ്റെ ബോക്സാണ്. രണ്ടാം ഞാൻ അയച്ചുതരാം. ഇതിൽ ഇപ്പം ഞങ്ങൾ പാല് കലക്കിയിട്ട് ബോട്ടിൽ ഞങ്ങൾ ഫോർമുല കലക്കി വെച്ചിട്ടുണ്ട്. ഞാനും അവൻ പുറത്തെത്തുമ്പോൾ കരിയാണെങ്കിൽ കൊടുക്കാറുണ്ട്. പിന്നെ ഇത് അവൻ്റെ പെസിഫയർ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തിട്ട് ഇത് സ്റ്റെറിലൈസർ ബോക്സിൽ വെച്ചിരിക്കുകയാണ്. പിന്നെ അവന് ഒരു പെയർ ഡ്രസ്സ് വെച്ചിട്ടുണ്ട്, ഒരു സ്ലീപ്പ് സ്യൂട്ട് ഞാനും ആവശ്യമാണ്. പിന്നെ ഇത് നമ്മുടെ ടിഷ്യൂ, സോഫ്റ്റ് ടിഷ്യൂ ഇതാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും വൈറ്റ് ചെയ്യാനൊക്കെ ഫീൽ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാം. പിന്നെ ഇത് നമ്മൾ ജസ്റ്റ് ഇൻ കേസ് വെച്ചേക്കാണ്. ഇത് റെഡി ടു കൊടുക്കാൻ പറ്റുന്ന നമ്മുടെ നിപ്പിൾ ഉൾപ്പെടെയുള്ള ഡിസ്പോസിബിൾ സിംഗിൾ യൂസ് ആയിട്ടുള്ള ഫോർമുല മിൽക്കാണ്. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നമുക്കിപ്പോൾ അഥവാ നമ്മൾ മിക്സ് ചെയ്ത് എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിന് കൊടുക്കാനായിട്ട് വെക്കുന്നതാണ്. പിന്നെ അവന് 2 പെയർ നാപ്പീസൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഇത്രയാണ് അവൻ്റെ നമ്മൾ എവിടെ പോയാലും എടുക്കുന്ന ഒരു ലിറ്റിൽ ബോക്സ് എന്ന് പറയും, കുഞ്ഞൂട്ടൻ്റെ ബോക്സ്. പിന്നെ നമ്മുടെ റെഡ് ബുക്ക്. ഇത് ഇത്രയായിട്ടാണ് ഞങ്ങളിന്ന് പോകുന്നത്. അപ്പോൾ എന്താണ് വാക്സിനേഷൻ, അവിടെ വീഡിയോ റെക്കോർഡിങ് അലോ ചെയ്യില്ലെന്നാണ് പറയണേ. പക്ഷെ അറിയില്ല, നമ്മൾ പറ്റുന്നത് ഞങ്ങൾ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പം ഞങ്ങളിവിടെ ട്രാഫിക്കിൽ പെട്ട് കിടക്കുകയാണ്. സമയമായി, ആസ് യൂഷ്വൽ ഞങ്ങൾ ലേറ്റാണ്. എവിടെ കുഞ്ഞൂട്ടൻ അവിടെ കാർ സീറ്റിലുണ്ട്.
നമുക്ക് പോകാൻ അധികം ദൂരമില്ല, പക്ഷെ നമ്മൾ പോകുന്ന റൂട്ട് ട്രാഫിക്കുള്ള റൂട്ടാണ്. ഇങ്ങോട്ടന്നെ കാണിച്ചേക്കണ എൻട്രൻസ്. ഇപ്പം നമ്മളിവിടെ പാർക്ക് ചെയ്യണം, ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യണം. ഞങ്ങളിവിടെ അതെ ഇതാന്ന് തോന്നുന്നത് പ്രൈവറ്റ് കാർ. അതാ ഞാൻ ചോദിക്കണേ, അവരോട് ചോദിച്ചു നോക്കാം കേട്ടോ നമുക്ക് അകത്ത് കയറിയിട്ട്. പ്ലീസ് പ്രസ് കോൾ ബട്ടൺ വൺസ്. ഞങ്ങളിവിടെ വെയിറ്റിംഗ് ആണ്. ചേട്ടനിവിടെ കാർ പാർക്ക് ചെയ്യാൻ പോയിക്കാണ്. ഞാനും അമ്മയും കുഞ്ഞോട്ടനും കൂടി ഇവിടെ വെയിറ്റിംഗ്. അവർ നമ്മുടെ റെഡ് ബുക്ക് മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മളെ വിളിക്കാമെന്നാണ് പറഞ്ഞു. Bring this hand underneath his shoulder. I'll sort his arm out, don't worry. This hand, just pop here in his head. So they get very strong, so don't let him turn his head towards me. Alright, hold his head nice and tight. Just hold tight. I'll hold his arm, don't worry, just hold his head. They get really strong. Do we need to squeeze it No, tight just now? hold it there. Okay. It's just while he's bleeding. I'll put it so he doesn't get his clothes dirty there. Okay, just അവിടെ മുറുക്കി പിടിക്കാൻ. That one there. Okay, yeah, that's done. Wasn't too bad. പിന്നെ Now he's looking for food. You're done. We just get you to take a seat outside. for Yeah, 10 minutes, okay. alright? Yeah, We'll no bring out problem. his red book in 10 Thank you. minutes. ഇതിൽ ഇടത്തെ കയ്യിൽ ലെഫ്റ്റ് ഹാൻഡ് അവിടെ പിടിക്കാനാ പറഞ്ഞ, ഹോൾഡ് ചെയ്ത് അവിടെ ഹോൾഡ് ചെയ്ത് പിടിക്കുക കേട്ടോ. എക്സ്ക്യൂസ് ചെയ്ത് പിടിക്കാൻ പറഞ്ഞു. പിന്നെ ഉറങ്ങിക്കോ കുത്തിയോടി നമ്മളെ ചാലാട്ടോ തൊപ്പിയൊക്കെ ഓടിപ്പോയി. കുഞ്ഞോട്ടിൻ്റെ തൊപ്പി ഊരിപ്പോയോ. ചെറിയ ഞങ്ങളെ കുത്തി കഴിഞ്ഞ പിന്നെ ഞങ്ങൾ അറിയില്ലേ. നമ്മളെ വാക്സിനേഷൻ കഴിഞ്ഞിട്ട് 15 മിനിറ്റ് നമ്മളോട് വെയിറ്റ് ചെയ്യും. അവരാകെ റെഡ് ബുക്കിൽ അപ്ഡേറ്റ് ചെയ്ത് തരും എത്ര മണിക്കാണ് എടുത്തതെന്നുള്ളതൊക്കെ. അപ്പം നമ്മളോട് അതെ, അവർ ആദ്യമേ പറഞ്ഞു സ്കിന്നിലാണ് എടുക്കുക, മസിൽസിലായിരിക്കില്ല, അതുകൊണ്ട് വേറെ പനി, ടെമ്പറേച്ചർ അങ്ങനെ കാര്യങ്ങൾ ഒന്നുമില്ല, അതുകൊണ്ട് കാൽപോളൊന്നും കഴിക്കണ്ടെന്ന് പറഞ്ഞല്ലോ. പിള്ളേർക്ക് കാൽപോളിൻ്റെ ഡ്രോപ്സ് ഉണ്ട്. അപ്പോൾ നമ്മളോട് 15 മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അറിയാൻ. അപ്പോഴേക്കും നമുക്ക് അവർ റെഡ് ബുക്ക് ഫില്ല് ചെയ്തിട്ട് തരും. കുഞ്ഞോട്ട് ഇറങ്ങിയ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് പോകാം. അല്ല, അവർ നമ്മുടെ റെഡ് ബുക്ക് ഫില്ല് ചെയ്തിട്ട് കൊണ്ടു തരണം. അവർ കറക്റ്റ് ടൈം നോട്ട് ചെയ്യും. 15 മിനിറ്റ് ആകുമ്പോഴേ അവരത് കൊണ്ടു തരുള്ളൂ.
ഇനി അടുത്ത വാക്സിൻ നമുക്ക് IP റോട്ടാവൈറസ് അങ്ങനെ എന്തൊക്കെയൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ അതൊക്കെ നമുക്ക് GPയിലാണ് വരിക. 4 to 5 വീക്സിലോ 6 വീക്സിലൊക്കെയാണ് വരിക എന്ന് പറഞ്ഞു. ഇത് തന്നെ ഇപ്പം നമ്മളോട് അവർ കയറിയിട്ടും ചോദിച്ചത് കുറേ കാര്യങ്ങൾ ചോദിച്ചു അല്ലേ. നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അത് നമ്മളോട് ചോദിച്ചത് നമ്മൾ ഏത് കൺട്രിയിൽ നിന്നാണ് വരുന്നത്, കാരണം അങ്ങനെ TB ഉള്ള കൺട്രീസിൽ നിന്ന് വന്നവർക്കാണ് ഈ വാക്സിനേഷൻ കൊടുക്കുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ ഫാമിലി ഹിസ്റ്ററി ചോദിച്ചു. ആരെങ്കിലും നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും TB ഉണ്ടോ, പിന്നെ വേറെ എന്തൊക്കെയാണ് ചോദിച്ചാൽ കൊച്ചിന് എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ടോ, എനിക്കെന്തെങ്കിലും പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ടായിരുന്നോ, അപ്പോൾ എനിക്ക് ഡയബറ്റീസ് ഉണ്ടായിരുന്നല്ലോ അത്, അപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും മെഡിസിൻ കഴിച്ചിട്ടുണ്ടോ, പിന്നെ ഇപ്പോൾ ഫീഡ് ചെയ്യുന്നുണ്ടോ, വേറെ എന്തൊക്കെയാണ് ചോദിച്ചാൽ കുറേ കാര്യങ്ങൾ എന്തൊക്കെയോ ചോദിച്ചില്ലേ. ഇങ്ങനെയാണ് ഇത് സ്കിന്നിലെടുക്കുന്നതാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. 6 മാസം എടുക്കും കംപ്ലീറ്റ്ലി ഹീലാവാനായിട്ട്. പക്ഷെ നമ്മൾ പഴുത്ത് ഇരിക്കും, ബ്ലിസ്റ്ററായിട്ട് വരും. പക്ഷെ നമ്മളത് ഇങ്ങനെ ഇതാക്കരുത്. അതായത് നമ്മൾ ആ ഏരിയ എപ്പോഴും ഡ്രൈ ആയിട്ട് സൂക്ഷിക്കണം. ടീനാന്ന് പറഞ്ഞിട്ട് അന്നേരം എനിക്ക് 40 ആയിരുന്നു. പിന്നെ വേറെ എന്തൊക്കെയാണ് നമ്മളോട് ചോദിച്ചേട്ടാ. അപ്പോൾ ഇത് നമ്മൾ ഈ ഏരിയ എപ്പോഴും കുളിക്കുമ്പോഴും മോയ്സ്ചറൈസർ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിലും നമ്മൾ ആ ഏരിയ എപ്പോഴും ഡ്രൈ ആയിട്ട് സൂക്ഷിക്കണം, വെറ്റാക്കാൻ പാടില്ല. നമ്മൾ ഡ്രൈ ആയിട്ട് എത്രയും ഡ്രൈ ആയിട്ട് സൂക്ഷിക്കണോ അത്രയും പെട്ടെന്ന് അത് ഹീലാവും എന്ന് പറഞ്ഞു അല്ലേ. എനിക്കില്ല. ഇതെന്താ എൻ്റെ മുടിയിലിങ്ങനെ താരം പോലെ. ഓ, തലേന്ന് അത് പൊളിഞ്ഞു പോണതല്ലേ. തലേന്ന് പൊളിഞ്ഞു. ഓ, ഇതാണ് അമ്മ പറഞ്ഞത്. തലേന്ന് അമ്മ പറഞ്ഞു. ഞാൻ കണ്ടിട്ടുണ്ട്. കുഞ്ഞോട്ടൻ്റെ നാനി വന്നിട്ടുണ്ട് ഇന്ന് വാക്സിനേഷന്. ഞങ്ങളിന്ന് സണ്ണി ഡേ ആയതുകൊണ്ട് ഞങ്ങൾ സ്ലീപ്പ് സൂട്ട് മാത്രമേ ഇട്ടുള്ളൂ കേട്ടോ. ഉള്ളിൽ വെസ്റ്റൊന്നും ഇട്ടിട്ടില്ല. ക്യാപ്പ് വെച്ചു, പക്ഷെ ക്യാപ്പ് വെച്ചിട്ട് പിന്നെ ഞങ്ങളത് എടുത്ത് കളഞ്ഞു, കാരണം ചൂടായതുകൊണ്ട്. ഇവിടെയാണെന്ന് എല്ലാ വാക്സിനേഷൻസും കുട്ടികളുടെ ഒക്കെ നടക്കുന്നത് ഇവിടെയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞോട്ടൻ്റെ റെഡ് ബുക്ക് അവർ കൊണ്ടുതന്നു. ഇനി നമുക്ക് ഈ ലെറ്ററൊക്കെ അവർ ബ്ലഡ് സ്പോട്ട് റിസൾട്ട് ഇതിൽ അപ്ഡേറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് ചെയ്ത് തന്നിട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞത് ഇത് സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ്. നമുക്കെന്നാൽ പോകാം. കുഞ്ഞോട്ടിനെ കാർ സീറ്റ് സെപ്പറേറ്റ് എടുത്താൽ പോരെ, എന്നിട്ട് അവനതിൽ കൊണ്ടുപോയിട്ട് വെച്ചാൽ പോരെ. അതോ ഇതിൽ വെച്ചിട്ട് എന്നാ വെച്ചോ. അതൊന്നെടുത്ത് ചെയറിൽ വെക്കും. തറ വെച്ചാൽ മതിയോ. അപ്പം ഞങ്ങൾ പോവാണ്. 15 മിനിറ്റ് കഴിഞ്ഞു. ഓ ഓ ഓ അവരുടെ ബേബി എന്താ, ഗേളാണോ ബോയാണോ? ഈ അവൻ്റെ ഡ്രസ്സിൻ്റെ ഇട്ടിട്ടില്ല.
Set to go home. Yes. അങ്ങനെ നമ്മൾ കാത്തിരുന്ന വാക്സിനേഷൻ കഴിഞ്ഞ് ഇത് എത്ര ചോദിച്ചിട്ടാണെന്നറിയോ നമുക്ക് കിട്ടിയത്. ഹോസ്പിറ്റലിൽ ആദ്യം നമ്മൾ ഡിസ്ചാർജ് ആവണതിന് മുന്നേ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എന്താ GPന്ന് തരും എന്ന് പറഞ്ഞു. ലാസ്റ്റ് അമ്മയുടെ ഡോർ ഓപ്പൺ കേട്ടോ. ലാസ്റ്റ് ഞങ്ങൾ GPയുടെ അവിടെ പോയി. GPയുടെ അവിടെ പോയപ്പോൾ GP പറഞ്ഞു ഇവിടെ നല്ല തരുന്നത്, ഹോസ്പിറ്റലിൽ നിന്ന് നിങ്ങൾ ഡിസ്ചാർജ് ആവുന്നതിന് മുന്നേ മേടിക്കണമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും നമ്മൾ മിഡ് വൈഫിനെ വിളിച്ചു. പിന്നെ വീട്ടിൽ മിഡ് വൈഫ് ഹോം വിസിറ്റ് ഹെൽത്ത് വിസിറ്റർ വന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചു. അപ്പോഴൊക്കെ അവർ പറഞ്ഞു ഇല്ല, നിങ്ങൾക്കിത് എന്താ അപ്പോയിൻമെൻറ്റ് ലെറ്റർ വരും എന്നല്ലേ. അങ്ങനെ ഓക്കെ, അങ്ങനെ ഞങ്ങൾക്ക് വീട്ടിൽ അപ്പോയിൻമെൻറ്റ് ലെറ്റർ വരിക ചെയ്തത് ഇപ്പോൾ ഈ വാക്സിനേഷൻ്റെ. അങ്ങനെ ഞങ്ങൾ വീടെത്തി, വാക്സിനേഷൻ കഴിഞ്ഞു. ദേ കുഞ്ഞൂട്ടൻ അവിടെ പാലൊക്കെ കുടിച്ചു. വാക്സിനേഷനൊക്കെ കഴിഞ്ഞിട്ട് കുട്ടപ്പനായിട്ടിരിക്കുന്നുണ്ട് കുഞ്ഞിച്ചക്കൻ. വാക്സിനേഷൻ അപ്പോയിൻമെന്റ് ഇനി അവന് നെക്സ്റ്റ് വരുന്നത് GPയിൽ അടുത്ത ബാക്കിയുള്ള വാക്സിനേഷൻസും കാര്യങ്ങളുമാണ്. അതെന്താണെന്ന് ഞങ്ങൾക്ക് അപ്പോയിൻമെന്റ് ലെറ്റർ വന്നിട്ടില്ല. നമുക്ക് 25th ഒരു ഹെൽത്ത് വിസിറ്ററിന്റെ അപ്പോയിൻമെന്റ് ഉണ്ട്. അത് നമ്മളൊരു GP പ്രാക്ടീസിൽ പോയിട്ടാണ് എടുക്കുന്നത്. എന്താന്ന് വെച്ചാൽ ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.